മാധ്യമങ്ങൾക്കും സന്ദർശകർക്കുമടക്കം കടുത്ത നിയന്ത്രണമുള്ള ഇടമാണ് നിയമസഭാ മന്ദിരം. പക്ഷേ അവിടെ ഇപ്പോൾ വലിയ ആൾക്കൂട്ടമാണ്. ഭരണമാറ്റത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിൽ അനുഭവപ്പെടുന്ന തിരക്ക് അതേപടി നിയമസഭാ മന്ദിരത്തിലും പ്രകടമാവുകയാണ്. നിയമസഭയുടെ ഇടനാഴികളിലും എന്തിന് ലിഫ്റ്റിലും പോലും കാലുകുത്താനിടമില്ല. ഉറങ്ങിക്കിടന്ന സെക്രട്ടേറിയറ്റ് അല്ലേ? ഞാൻ പറഞ്ഞു മനസ്സിലായില്ല. BVA വിവരങ്ങളുമായി ചേരും. അവരുടെ ഒരീച്ച പോലും കടക്കാൻ സെക്രട്ടേറിയറ്റ്, ഈച്ച പോലും കടക്കാതിരുന്ന നിയമസഭാ മന്ദിരം ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ്. തുടക്കത്തിലെ ഒരു തിരക്കൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ ഈ തിരക്കും ബഹളങ്ങളൊക്കെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുകയാണല്ലേ? തീർച്ചയായിട്ടും അസാധാരണമായ ആൾക്കൂട്ടമാണ് നിയമസഭയിൽ എല്ലായിടത്തും. സാധാരണ കോൺഗ്രസ് സർക്കാരിൽ വരുമ്പോൾ ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട്. പക്ഷേ 2011 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പോലും കണ്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആൾക്കൂട്ടം നിയമസഭയിൽ എല്ലായിടത്തുമുണ്ട്. അത് നിയമസഭ ക്യാൻറ്റീനിലാകട്ടെ, അല്ലെങ്കിൽ നിയമസഭയുടെ വശങ്ങളിൽ വാഹന പാർക്കിങ്ങുള്ള സ്ഥലങ്ങളിലാകട്ടെ, ഒരിടത്തും കാലുകുത്താൻ പോലും കഴിയാത്ത സ്ഥിതി. മുഖ്യമന്ത്രിയുടെ സ്പീക്കറുടെ ഓഫീസുള്ള ഫസ്റ്റ് ഫ്ലോറിൽ വളരെ വലിയ ഫസ്റ്റ് ഫ്ലോർ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് വലിയ തിരക്കാണ്. മന്ത്രിമാരുടെ ഓഫീസുകളിൽ, അതുപോലെ തന്നെ നിയമസഭയുടെ ക്യാൻറ്റീനുകളിൽ, ലിഫ്റ്റുകളിലൊക്കെ പലരും ആളുകൾ തന്നെ പരസ്പരം പറയുന്നുണ്ട്, ലിഫ്റ്റ് പൊട്ടിത്തകർന്നു പോകുമോ എന്ന ആശങ്ക പങ്കുവച്ചാണ് പലരും ലിഫ്റ്റിൽ കയറുന്നത്. ആ രീതിയിലുള്ള ആൾക്കൂട്ടമാണ് എല്ലായിടത്തും. മീഡിയ റൂമുണ്ട് നിയമസഭയുടെ 2ാമത്തെ ഫ്ലോറിൽ. അവിടെ മാധ്യമപ്രവർത്തകർക്ക് മാത്രം പ്രവേശനമുള്ള സ്ഥലം. അവിടെയൊക്കെ പക്ഷേ ഇന്ന് 50-ലധികം വരുന്ന ആളുകൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രവർത്തകരാണ്, UDF പ്രവർത്തകർ തോന്നിക്കുന്ന ആളുകൾ ആ മീഡിയ റൂം കൈയടക്കുന്നു. അങ്ങനെ എല്ലായിടത്തും വലിയ ആൾക്കൂട്ടമാണ്. സെക്രട്ടേറിയറ്റിൽ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നതാണ് ജലം അക്ഷരാർത്ഥത്തിൽ ഒഴുകിയെത്തുന്നത്. അതേ കാഴ്ച നിയമസഭയിൽ കാണും. നിയമസഭയിൽ ഇതിനുള്ളിൽ കടക്കണമെങ്കിൽ കർശനമായ സുരക്ഷാ പരിശോധനകൾ. പ്രവർത്തകർക്കും നിയമസഭാ സെക്രട്ടറി അനുവദിക്കുന്ന പാസ് ഉപയോഗിച്ച് മാത്രമേ അകത്തേക്ക് കയറാൻ സാധിക്കൂ. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇവിടെ ബാധകമല്ല. ഗത ധരിച്ചു വരുന്ന ആർക്കും കയറിപ്പോകാവുന്ന ഒരവസ്ഥയിലേക്ക് നിയമസഭാ മന്ദിരവും എത്തുകയാണ്. പ്രധാനപ്പെട്ട ഫ്ലോറുകളിൽ, മന്ത്രിമാരുടെ ഓഫീസുകളിൽ, ക്യാൻറ്റീനുകളിൽ, മീഡിയ റൂമിൽ ഉൾപ്പെടെ വലിയ ആൾക്കൂട്ടം. ഇത് തികച്ചും അസാധാരണമാണ്. 10 വർഷത്തിന് ശേഷം ഭരണത്തിൽ നിന്ന് മാറി നിന്ന് തിരികെ എത്തിയ UDF പ്രവർത്തകരുടെ ആഘോഷം, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തുന്ന ആളുകളുടെ തിരക്കൊക്കെ നിയമസഭാ മന്ദിരത്തെയും അങ്ങനെ ഒരു ആൾപൂരമാക്കി മാറ്റുകയാണ്. ആൾക്കൂട്ടത്തിൽ മുങ്ങുകയാണ് നിയമസഭാ മന്ദിരവും. രഞ്ജിത്ത്, അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.